ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 6 എംബ്രിയോളജിയിലെ ഫെർട്ടിലൈസേഷൻ അഥവാ ബീജ സങ്കലനം എന്ന ടോപ്പിക്കും അതോടൊപ്പം തന്നെ ബീജാന രൂപീകരണം, അതിന്റെ വിവിധ തരങ്ങൾ, എൻഡോസ്പോൺ ഡെവലപ്മെന്റും ടൈപ്സ് ഓഫ് എൻഡോസ്പോൺ, ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോ. എന്താണ് ബീജ സങ്കലനം അഥവാ സിംഗമി അഥവാ ഫെർട്ടിലൈസേഷൻ? ഒരു മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും തമ്മിൽ ചേരുന്ന പ്രോസസ്സിനെയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. അതായത് പുംബീജവും അണ്ടവും തമ്മിൽ ചേരുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ചെടികളിൽ എങ്ങനെയാണ് പുംബീജം ഉണ്ടാകുന്നത്, മെയിൽ ഗാമറ്റ് ഫോം ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതാണ്. അതായത് പോളൻ ഗ്രെയിൻ പുറത്തു വന്നു കഴിഞ്ഞാൽ, പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന, പരാഗണ സ്ഥലത്ത് വന്ന് വീഴുന്ന പരാഗരേണുവിന്റെ ജനറേറ്റീവ് കോശം ഡിവൈഡ് ചെയ്തിട്ടാണ് രണ്ട് മെയിൽ ഗാമറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആഫ്റ്റർ പോളിനേഷൻ, പോളിനേഷൻ നടക്കുമ്പോൾ പരാഗണ സ്ഥലത്ത് പരാഗരേണുക്കൾ വന്ന് പതിക്കുകയും രണ്ടാമത്തെ ലെയറായി ഇൻഡൈൻ തുടർച്ചയായിട്ട് വളർന്ന് പരാഗനാളിയായി മാറുകയും അതിലേക്ക് ജനറേറ്റീവ് സെൽ ഇറങ്ങി ചെല്ലുകയും പിന്നീട് ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗാമറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു പോളങ്കലിൽ നിന്നും രണ്ട് മെയിൽ ഗാമറ്റ്, രണ്ട് പുംബീജമാണ് ഉണ്ടാകുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും, നറിഷ്മെന്റും ഹെൽപ്പും എല്ലാം നൽകുന്നത് വെജിറ്റേറ്റീവ് സെൽ, അതായത് കായിക കോശത്തിലെ കണ്ടന്റുകളായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ പോളൻ ട്യൂബ് താഴേക്ക് വളരുന്നത്? പരാഗണ സ്ഥലത്ത് വന്നു വീഴുന്ന പരാഗ രേണുവിന്റെ പ്രത്യേകതയുണ്ട്. ആ പരാഗ രേണു റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ, കോമ്പാറ്റബിൾ ടൈപ്പ് ആണെങ്കിൽ, ശരിയായ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ മാത്രമേ ജെർമിനേറ്റ് ചെയ്യൂ. അതിനുള്ളൊരു മെക്കാനിസം സ്റ്റിഗ്മയ്ക്കുണ്ട്. സ്റ്റിഗ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ വന്ന് വീഴുന്ന പോളൻ ഗ്രെയിൻ റൈറ്റ് ടൈപ്പ് ആണോ റോങ് ടൈപ്പ് ആണോ തിരിച്ചറിയാനും, റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ മാത്രം ആ പോളൻ ജെർമിനേഷനെ അലോ ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാ പിസ്റ്റലിലെയും സ്റ്റിഗ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പോളൻ ജെർമിനേഷൻ സഹായിക്കുന്നത് പോളൻ ഗ്രെയിനിന്റെ തന്നെ കുറെ ഘടനകളാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ആ പോളൻ ട്യൂബ് താഴേക്ക് വരുന്നത്? പരാഗരേണുവിൽ നിന്നും പരാഗനാളം, പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ താഴോട്ട്, ആ ചിത്രത്തിൽ കാണുന്ന പോലെ താഴോട്ട് വളഞ്ഞു വന്ന് ഓവലിനകത്ത് എങ്ങനെ എൻ്റർ ചെയ്യുന്നു? ഇത് താഴോട്ട് വരാൻ കാരണം ഓവറുടെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ചില കെമിക്കൽസിന്റെ പ്രസൻസ് ആണ്. ബോറോൺ, ഷുഗർ, ഇനോസിറ്റോൾ, പഞ്ചസാര തന്മാത്രകളുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ പോളൻ ട്യൂബ്, അതായത് പരാഗനാളം താഴേക്ക് വളരുന്നത്. കീമോട്രോപിസം, രാസപദാർത്ഥങ്ങൾക്ക് നേരെ ഒരു അട്രാക്റ്റഡ് ആയിട്ടാണ് അത് വളർന്ന് താഴോട്ട് വരുന്നത്. അങ്ങനെ വരുന്ന പോളൻ ട്യൂബ് പിന്നീട് ഓവിലിനകത്ത് എങ്ങനെ എൻ്റർ ചെയ്യുന്നു? അതിന് സഹായിക്കുന്നത് ഓവലിൽ കാണപ്പെടുന്ന, എംബ്രിയോ സാക്കിൽ കാണപ്പെടുന്ന സൈനർ ഗ്രിഡ്, പറഞ്ഞ ഓർമ്മയുടെ സൈനർ ഗ്രിഡ്, ആ സൈനർ ഗ്രിഡിൽ കാണപ്പെടുന്ന ഒരു സെല്ലുലാർ തിക്കനിങ് ആയ ഫിലിഫോം അപ്പാരറ്റസ്. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് പോളൻ ട്യൂബിനെ എംബ്രിയോ സാക്കിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ സഹായിക്കുന്നത്. അങ്ങനെ ഫിലിഫോം അപ്പാരറ്റസ് സഹായത്താൽ ഏതെങ്കിലും ഒരു സൈനർ ഗ്രിഡിനെ ബ്രേക്ക് ചെയ്ത് തുളച്ചുകൊണ്ടാണ് പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിലേക്ക് കടന്നു ചെല്ലുന്നതും അതിനകത്തുള്ള രണ്ട് മെയിൽ ഗാപ്പിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഒരു മൈക്രോപൈലിലൂടെ, അപ്പൊ ഇതൊരു മൈക്രോപൈലിലൂടെയല്ലേ ഇത് എൻ്റർ ചെയ്യുന്നത്. ഓവലിന്റെ സുഷിരമായ മൈക്രോപൈലിലൂടെയാണ് പോളൻ ട്യൂബ് അകത്തേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ പോറോഗമി എന്നാണ് അറിയുന്നത്. പോളൻ ട്യൂബ് മൈക്രോപൈൽ വഴി തന്നെ എൻ്റർ ചെയ്യണം നിർബന്ധമില്ല. വരുന്ന വഴിക്ക് ഇന്റർഗമെന്റിൽ ആ ഭാഗത്തൂടെ എൻ്റർ ചെയ്യാം, ഭ്രൂണസഞ്ചിയിലേക്ക് പ്രവേശിക്കാം. അതിനെ മീസോഗമി എന്ന് പറയും. എന്നാൽ പോളൻ ട്യൂബ് വരുന്ന വഴിക്ക് ചലാസ വഴിയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ ചലാസോഗമി എന്ന് പറയാം. കൂടുതലും പോളൻ ട്യൂബ് കർവ് ചെയ്ത് വളഞ്ഞു വന്ന് ഫിലിഫോം അപ്പാരറ്റിന്റെ സഹായത്താൽ മൈക്രോ പൈലിലൂടെയാണ് അകത്തേക്ക് എൻ്റർ ചെയ്യുകയും മെയിൽ ഗാമറ്റിനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്റർഗമെന്റ് വഴിയോ അല്ലെങ്കിൽ ചലാസ വഴിയോ എൻ്റർ ചെയ്യാം. അതിനനുസരിച്ച് പേര് മാറും. പോറ് വഴിയാണെങ്കിൽ പോറോഗമി, ഇന്റർഗമെന്റ് വഴിയാണെങ്കിൽ മീസോഗമി, ചലാസ വഴിയാണെങ്കിൽ ചലാസോഗമി എന്ന് അറിയും. ദ്വിബീജ സങ്കലനം അഥവാ ഇരട്ട ബീജ സങ്കലനം, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പെർമിന്റെ സപുഷ്പികളുടെ മാത്രം പ്രത്യേകതയാണ് ഈ ഒരു ഇരട്ട ബീജ സങ്കലനം. പരാഗരേണുവിൽ നിന്നും പരാഗനാളങ്ങൾ ഉണ്ടായി അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന ജനറേറ്റീവ് കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് രണ്ട് പുംബീജങ്ങൾ, മെയിൽ ഗാമറ്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പുംബീജങ്ങൾ അവസാനം ഭ്രൂണസഞ്ചിയിൽ നിക്ഷേപിക്കപ്പെടും. അതായത് പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭ്രൂണസഞ്ചിക്കകത്തേക്ക് ഈ രണ്ട് മെയിൽ ഗാമറ്റ് റിലീസ് ചെയ്യും. അതിൽ ഒരു മെയിൽ ഗാമറ്റ്, പുംബീജം, നോർമൽ ഫീമെയിൽ ഗാമറ്റ് ആയ അണ്ടവുമായി തമ്മിൽ ചേരും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബീജസങ്കലനം അഥവാ സിംഗമി എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് സിക്താണ്ഡം, സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യും. സാധാരണഗതിയിൽ നടക്കുന്നത് പോലെ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാവും. അതിനെയാണ് ബീജസങ്കലനം അഥവാ സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൽ ഗാമറ്റ് നമ്മുടെ സെൻട്രൽ സെൽ അഥവാ പോളാർ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കേന്ദ്രീയ
കോശത്തില് അതിന്റെ പോളാർ ന്യൂക്ലിയസുമായിട്ടായിരിക്കും ഫ്യൂസ് ചെയ്യുന്നത്. എംബ്രിയോ സാക്കിനകത്ത് ഒരു വലിയ സെല്ലുണ്ടെന്ന് പറയും, സെൻട്രൽ സെല്ല്. അതിൽ രണ്ട് ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയസ് പറയും, അല്ലെങ്കിൽ പിന്നീട് ഫ്യൂസ് ചെയ്ത് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് കാണപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ കാണപ്പെടുന്നു. അങ്ങനെ കാണപ്പെടുന്ന ആ ഡിപ്ലോയിഡ് ന്യൂക്ലിയസുമായിട്ട്, പോളാർ ന്യൂക്ലിയസുമായിട്ടോ അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ടോ ഈ രണ്ടാമത്തെ മെയിൽ ഗാമറ്റിൽ ഫ്യൂസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിനെ പ്രാഥമിക ബീജാന മർമ്മം എന്നോ അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് എന്നോ പറയാം. അങ്ങനെ ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ ആ സെൻട്രൽ സെല്ല് മാറി അതിന്റെ പേര് മാറും. പിന്നീട് അതിനെ അറിയപ്പെടുന്ന പേര് പ്രാഥമിക ബീജാന കോശം എന്നായിരിക്കും. പ്രൈമറി എൻഡോസ്പം സെൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ പ്ലോയിഡിറ്റി എന്ന് പറയുന്നത്, മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ് ഹാപ്ലോയിഡ് ആണെന്ന് അറിയാം. അത് ചേരുമ്പോൾ സിക്താണ്, സൈഗോട്ട് എന്നുള്ളത് ഡിപ്ലോയിഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ ഓൾറെഡി ഡിപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് ന്യൂക്ലിയസും ഒരു മെയിൽ ഗാമറ്റ്, ഹാപ്ലോയിഡ് മെയിൽ ഗാമറ്റും തമ്മിൽ ചേരുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ബീജാന മർമ്മവും ബീജാന മർമ്മ കോശവും ആ മർമ്മമുള്ള കോശവും എല്ലാം ട്രിപ്ലോയിഡ് കണ്ടീഷൻ, 3N കണ്ടീഷനിലായിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ രണ്ട് ഫെർട്ടിലൈസേഷൻ ആണ് നടന്നത്. ഒന്ന് സാധാരണ നോർമൽ രീതിയിലുള്ള ഫെർട്ടിലൈസേഷൻ, രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മെയിൽ ഗാമറ്റും അതുപോലെ സെക്കൻഡ് ന്യൂക്ലിയസ് തമ്മിലുള്ള ഫ്യൂഷൻ. ഈ ഫ്യൂഷൻ ഒരു പേര് പറയും ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അത് മൂന്ന് ന്യൂക്ലിയസ് തമ്മിലാണ് ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൂന്ന് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തത് കൊണ്ടാണ് അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഈ ട്രിപ്പിൾ ഫ്യൂഷനെയും സാധാരണ ബീജസങ്കലത്തിനെയും ചേർത്താണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ രണ്ട് കുംഭീജങ്ങൾ രണ്ട് തരത്തിലാണ് ബീജസങ്കലത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ അറിയപ്പെടുന്നത്. ഇത് സപുഷ്പികളുടെ, ആവൃത ബീജുകളുടെ, ആൻജിയോസ്പങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് നവാഷിക് എന്ന സയന്റിസ്റ്റാണ്. അടുത്തത് ബീജാന രൂപീകരണം, എൻഡോസ്പേം ഫോർമേഷൻ. എങ്ങനെയാണ് ഒരു സീഡിനുള്ളിൽ ബീജാനം അഥവാ എൻഡോസ്പേം ഉണ്ടാകുന്നത്? ഒരു എംബ്രിയോ സാക്കിനകത്ത് ഇപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉള്ള പ്രൈമറി എൻഡോസ്പേം സെല്ലും ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യം ഏതാണ് ഫോം ചെയ്തത്? സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഭ്രൂണമായിട്ടാണ് മാറുന്നതാണ് ആദ്യം നടക്കുന്നത്, അതോ എൻഡോസ്പേം ബീജാനം ഉണ്ടാവുന്നതാണ്? ഈ പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ നിന്ന് ഒരു ബീജാനം ഉണ്ടാവുന്നതാണ് ആദ്യം നടക്കുന്നത്. കാരണം അങ്ങനെ ബീജാനം ഉണ്ടായാൽ അതിനകത്ത് ഒരുപാട് ആഹാരം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു സമ്പുഷ്ട കോശമാണ് നമ്മുടെ ബീജാനം എന്ന് പറയപ്പെടുന്നത്. ഒരുപാട് സെല്ലുകളിൽ ആഹാരം നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ടാണ് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറണമെങ്കിൽ ആദ്യം വിത്തിനുള്ളിൽ ബീജാനം രൂപപ്പെടണം. അതുകൊണ്ട് തന്നെ എല്ലാ വിത്തിനുള്ളിലും ആദ്യം ഉണ്ടാകുന്ന സൈഗോട്ട് റെസ്റ്റിംഗ് ഫേസിൽ കാണപ്പെടും. ഈ ബീജാനം എപ്പോഴാണോ നിർമ്മിക്കപ്പെടുന്നത് അതിനുശേഷം മാത്രമാണ് അതിൽ നിന്ന് ആഹാരം സ്വീകരിച്ചിട്ട് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ചില കണ്ടീഷനിൽ മെയിൽ ഗാമറ്റിൽ കാണപ്പെടുന്ന ജീനിന്റെ ഒരു എഫക്ട് എൻഡോസ്പേമിൽ കാണാറുണ്ട്. ആ എൻഡോസ്പേം ഫോർമേഷൻ സമയത്ത് മെയിൽ ഗാമറ്റിന്റെ ജീനിന്റെ ഒരു എഫക്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ഫിനോമിന അറിയപ്പെടുന്ന പേരാണ് സെനിയ. അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ജീനിന്റെ എഫക്ട് കാരണം, മെയിൽ ഗാമറ്റിന്റെ ജീനിന്റെ എഫക്ട് കാരണം ഉണ്ടാകുന്ന ഒരു എൻഡോസ്പേം ഫോർമേഷൻ ആണ് സെനിയ എന്ന് അറിയപ്പെടുന്നത്. ബീജാനം രൂപപ്പെടുന്നത് മൂന്ന് തരത്തിലാണ് ചെടികളിൽ കാണപ്പെടുന്നത്. ഒന്നാമത്തെ ടൈപ്പാണ് സ്വതന്ത്ര മർമ്മ ബീജാന രൂപീകരണം, അതായത് ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. രണ്ടാമത്തേതാണ് കോശതര ബീജാന രൂപീകരണം, സെല്ലുലാർ ടൈപ്പ് എൻഡോസ്പേം ഫോർമേഷൻ. മൂന്നാമത്തത് ഹീലിയോബിയൽ ടൈപ്പ് എൻഡോസ്പേം ഫോർമേഷൻ. അങ്ങനെ മൂന്ന് തരത്തിലാണ് എൻഡോസ്പേം രൂപപ്പെടുന്നത്. ആദ്യത്തേതാണ് സ്വതന്ത്ര മർമ്മ ബീജാന രൂപീകരണം, ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് എൻഡോസ്പേം ഡെവലപ്മെന്റ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ആ ചിത്രം നോക്കും. അവിടെ എംബ്രിയോസ് കാണാൻ കഴിയും. മുകളിൽ എംബ്രിയോ എന്ന് കൊടുത്തിരിക്കുന്നത് എൻഡോസ്പേം ഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള കേസാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ചിത്രത്തിന്റെ ഒരു എറർ ആയിരിക്കാം. നമുക്ക് അവിടെ സൈഗോട്ട് ഒന്ന് സങ്കല്പിക്കാം. ഒരു സൈഗോട്ട് ഉണ്ട്, അതിനുശേഷം ആ എംബ്രിയോസാക്കിനകത്ത് ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് എന്ന് കൊടുത്തിരിക്കുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ്. അപ്പൊ അതുള്ള അറയാണ് പ്രൈമറി എൻഡോസ്പേം സെൽ. ഇവിടെ സെല്ലുണ്ട്, പിന്നെ സൈഗോട്ട് ഉണ്ട്. എംബ്രിയോയ്ക്ക് വേറെ സൈഗോട്ട് സങ്കല്പിക്കാം. ഈ പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ ഒറ്റ ന്യൂക്ലിയസ് ഉള്ളു, ട്രിപ്ലോയിഡ് കണ്ടീഷനിൽ ഒരു ന്യൂക്ലിയസ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാരിയോകൈനസ് നടക്കുന്നു, സൈറ്റോകൈനസ് നടക്കാതെ. അതായത് മർമ്മം മാത്രം വിഭജിച്ചുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് മർമ്മം വിഭജിച്ചുകൊണ്ടേയിരിക്കും, മൈറ്റോട്ട് ഡിവിഷനിലൂടെ വിഭജിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സൈറ്റോകൈനസ് കോശദ്രവ്യം വിഭജിക്കുന്നില്ല. സാധാരണ മർമ്മം വിഭജിച്ചാൽ കോശദ്രവ്യം വിഭജിക്കുകയും കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ മർമ്മങ്ങൾ മാത്രം വിഭജിച്ചുകൊണ്ടിരിക്കും. അതായത് ആദ്യം ഉള്ള ഒരു ന്യൂക്ലിയസ് രണ്ടായിട്ട് വിഭജിക്കും, കോശദ്രവ്യം വിഭജിക്കുന്നില്ല. പിന്നെ 2 4ആയിട്ട് വിഭജിക്കുന്നു, 8 ആകുന്നു, 16, 32, അങ്ങനെ നിരവധി അനേകം മർമ്മങ്ങൾ ഉണ്ട്, സ്വതന്ത്രമായി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ ടൈപ്പിനെ സ്വതന്ത്ര മർമ്മ
ബീജാന രൂപീകരണം എന്ന് അറിയും. ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ്, ന്യൂക്ലിയസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഉണ്ടാവുന്ന ബീജാനമായിരിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന ന്യൂക്ലിയസുകൾ അറേഞ്ച് ചെയ്യും. ഏറ്റവും പേരിഫറൽ റീജിയൻ അറേഞ്ച് ചെയ്ത് സെന്ററിലോട്ട് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ സെന്ററിൽ ഒരു വലിയൊരു ക്യാവിറ്റി വാക്യൂൾ ഫോം ചെയ്യും, ഫേനം ഫോം ചെയ്യും. അപ്പോൾ പെരിഫറൽ സൈഡിൽ നിന്നായിരിക്കും ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്ത് സെന്ററിലോട്ട് വരുന്നത്. അതിനുശേഷം ഈ ഒരു അറേഞ്ച്മെന്റ് എല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നെ പെരിഫറൽ സൈഡിൽ നിന്നും ന്യൂക്ലിയസ് ചുറ്റും സൈറ്റോപ്ലാസം കോശദ്രവ്യം വിഭജിക്കുകയും സൈറ്റോകൈനസ് നടന്ന് ഓരോരോ ന്യൂക്ലിയസ് ചുറ്റും സെൽ വാൾ ഫോം ചെയ്ത് സെല്ലുലാർ കോശങ്ങളായി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ പെരിഫറൽ സൈഡിൽ നിന്ന് ഉണ്ടായി സെന്ററിലേക്ക് സെല്ലുകൾ നിറഞ്ഞാണ് എൻഡോസ്പം സാധാരണഗതിയിൽ എല്ലാ ചെടികളിലും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ഗോതമ്പിലും നെല്ലിലും ചോളത്തിലും സൂര്യാന്തിലും തെങ്ങിലും തേങ്ങയിലൊക്കെ നടക്കുന്നത് ഇങ്ങനെ സ്വതന്ത്രമർന്ന ബീജാന രൂപീകരണമായിരിക്കും. എന്നാൽ ചില സസ്യങ്ങളിൽ ഈ സെന്റർ ഭാഗത്ത് ആ ഫ്രീ ന്യൂക്ലിയസ് ചുറ്റും സൈറ്റോകൈനസ് നടക്കില്ല, കോശം രൂപപ്പെടില്ല. അത് ഫ്രീ ന്യൂക്ലിയസ് ആയിട്ട് റിമെയിൻ ചെയ്യുകയും പിന്നീട് അത് ലിക്വിഡായിട്ട് മാറുകയും ചെയ്യും. അത്തരത്തിലുള്ള ചെടികളുടെ വിത്തുകൾക്കുള്ളിൽ രണ്ട് തരം ബീജാനം കാണാൻ കഴിയും. ഒരു സോളിഡ് പോർഷൻ, ഔട്ടറിൽ ഒരു സോളിഡ് പോർഷനും സെന്ററിൽ ലിക്വിഡ് പോർഷനും കാണാൻ കഴിയും. ഇപ്പൊ തന്നെ മനസ്സിലായി എക്സാമ്പിൾ ഏതാണെന്ന്. നമ്മുടെ കരിക്കും തേങ്ങ ഓർത്ത് നോക്കിയാൽ മതി. നമ്മുടെ കരിക്കായിട്ട് നമ്മൾ കഴിക്കുന്ന വൈറ്റ് കേർണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേങ്ങയായിട്ട് കഴിക്കുന്നത് സോളിഡ് എൻഡോസ്പോം ആയിരിക്കും. അതിനകത്തുള്ള ലിക്വിഡാണ് ലിക്വിഡ് എൻഡോസ്പോം. അങ്ങനെ രണ്ട് തരത്തിലുള്ള എൻഡോസ്പോം തേങ്ങയിൽ നിന്ന് കാണാൻ കഴിയും. അതായത് ഹരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമാണ് തേങ്ങയിൽ കാണപ്പെടുന്നത്. ചില സസ്യങ്ങളിൽ വളരെ കാഠിന്യമുള്ള ബീജാനങ്ങൾ, ഹാർഡായിട്ടുള്ള എൻഡോസ്പോം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് അരക്കനട്ടും അതുപോലെ ഫോയിനിക്സ് ഡാക്ടീരിയ ഈന്തപ്പനയുടെ സീഡിനുള്ളിലും വളരെ കട്ടിയുള്ള ബീജാനമാണ് രൂപപ്പെടുന്നത്. ഇങ്ങനെ ബീജാനം രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് വലിയ അളവിലുണ്ടാകും, ചെറിയ അളവിലുണ്ടാകും. മെജോറിറ്റി ഡൈക്കോട്ട് ചെടികളിൽ വളരെ കുറച്ച് ബീജാനമായിരിക്കും ഈ തരത്തിൽ ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ട് ആ ഉണ്ടാകുന്ന ബീജാനം വലിച്ചെടുത്തിട്ടായിരിക്കും, ബീജാനത്തിലെ ആഹാര പദാർത്ഥങ്ങൾ പോഷണം വലിച്ചെടുത്തിട്ടായിരിക്കും നേരത്തെ ഉണ്ടായ സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അങ്ങനെ എംബ്രിയോ ആയിട്ട് മാറുമ്പോൾ എന്ത് പറ്റും? ബീജാനം തീർന്നു പോകും. അങ്ങനെ ബീജാനം തീർന്നു പോയാൽ ആ വിത്തിനുള്ളിൽ എംബ്രിയോ കാണും, ബീജാനം കാണില്ല. അത്തരം വിത്തുകളെ ബീജാനമില്ലാത്ത വിത്തുകൾ അഥവാ നോൺ എൻഡോസ്പെർമസ് സീഡ് അല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നു. ഇത് സീഡിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ ഓൾമോസ്റ്റ് ഡൈക്കോട്ടുകളായ പയറും ബീൻസും, എന്നാൽ ചില മോണോക്കോട്ടുകളായ ഓർക്കിഡും ബീജാനമില്ലാത്ത നോൺ എൻഡോസ്പെർമസ് സീഡിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ബീജാനമില്ലെങ്കിൽ പിന്നീട് എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് അതിന്റെ ദ്വിബീജ പത്രങ്ങളിലായിരിക്കും, രണ്ട് കോട്ടിലൻസിലായിരിക്കും ആഹാരം സംഭരിച്ചു വെക്കുന്നത്. എന്നാൽ ചില ചെടികൾ, പ്രത്യേകിച്ച് മോണോക്കോട്ടിൽ, ഇപ്പൊ തേങ്ങ എടുക്കുമ്പോൾ തേങ്ങയും തേങ്ങാവെള്ളവും എൻഡോസ്പമാണ്. കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എംബ്രിയോ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. പൊങ്ങെന്നൊക്കെ പറയും, നൊങ്ങെന്നൊക്കെ പറയുന്ന രീതിയിലാണ് പല നാടുകളിൽ പല പേരായിരിക്കും പറയുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത എംബ്രിയോയുടെ പാർട്ടുകളാണ്. അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും തേങ്ങ ഉണ്ട് അല്ലേ. അതായത് ഒരു എംബ്രിയോ ഡെവലപ്മെന്റ് കഴിഞ്ഞാലും എൻഡോസ്പോം വീണ്ടും ബാക്കി ഉണ്ടായി. അത്തരം സീഡുകളെയാണ്, അപ്പൊ ലാർജ് അളവിലായിരിക്കും എൻഡോസ്പോം ഉണ്ടാകുന്നത്. അത്തരം സീഡുകളെ എൻഡോസ്പെർമസ് ആൽബുമിനസ് സീഡ് എന്ന് പറയും, ബീജാനമുള്ള വിത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ എല്ലാത്തരം മോണോക്കോട്ടുകൾ എക്സാമ്പിൾ ആണ്. എന്നാൽ ചില ഡൈക്കോട്ടുകളായ ആവണക്കിൽ, ബിസിനസ് കമ്മ്യൂണിസ്റ്റിലും എന്ത് കാണാൻ കഴിയും? നമുക്ക് കാസർ സീഡിലും എൻഡോസ്പം കാണാൻ കഴിയും. ഇപ്പൊ ഡൈക്കോട്ടിൽ എൻഡോസ്പം ഇല്ലാത്തവയുണ്ട്, ഉള്ളവയുണ്ട്. മോണോക്കോട്ടിൽ കൂടുതലും ഉള്ളവയാണ്, ഇന്ന് ഇല്ലാത്തൊരു മോണോക്കോട്ടുണ്ട്. എക്സാമ്പിൾ ഓർക്കിഡ്. ഇതാണ് പ്രീ ന്യൂക്ലിയർ ടൈപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് സെല്ലുലാർ ടൈപ്പ് എൻഡോസ്പം ഡെവലപ്മെന്റ്, അതായത് കോശതര ബീജാണു രൂപീകരണം. സിമ്പിൾ ആണ്. ഒരു തവണ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന് ചുറ്റും പിന്നെ അടുത്ത എന്തുണ്ടാവും? രണ്ട് ന്യൂക്ലിയസ് ഉണ്ടായി കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് സൈറ്റോകൈനസ് നടന്ന് 2 സെല്ലാവും. പിന്നീട് ആ 2 സെല്ല് 4 സെല്ലാവും, 4 സെല്ല് 8 സെല്ല്. അതായത് ഓരോ തവണയും മർമ്മം വിഭജിച്ച് കഴിഞ്ഞാൽ കൂടെ കോശദ്രവ്യം വിഭജിച്ച് സെല്ലുകൾ ഉണ്ടായി പോകുന്ന ടൈപ്പാണ് സെല്ലുലാർ ടൈപ്പ്. നേരത്തെ അങ്ങനെയല്ല, ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്തിട്ട് അവസാനമാണ് സെൽ ഉണ്ടായത്. ഇവിടെ ഓരോ തവണ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ സെല്ലുകൾ ഉണ്ടായി അത് പിന്നെ നിറഞ്ഞ് എൻഡോസ്പോമായിട്ട് മാറുന്ന ടൈപ്പാണ് സെല്ലുലാർ ടൈപ്പ് എന്ന് പറയും. ഉമ്മത്തുക, ഡെറ്റൂറ ആൽബ, പെറ്റൂണിയ, ബാൾസം തുടങ്ങിയ ചെടികളിലെ വിത്തുകളിൽ സെല്ലുലാർ ടൈപ്പ് എൻഡോസ്പോമാണ് കാണുന്നത്. അടുത്തതാണ് ഹീരോബിൽ ടൈപ്പ് എൻഡോസ്പോം ഡെവലപ്മെന്റ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതിലെ ബീജാനത്തിന്റെ വികസനത്തിലെ ആദ്യ ഘട്ടത്തില് 2 സെൽ, അതായത് നമ്മുടെ പ്രൈമറി എൻഡോസ്പോം സെൽ ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറും. ആ 2 സെല്ലായിട്ട് മാറുമ്പോൾ എന്താ പ്രത്യേകത? ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സൈറ്റോകൈനസ് നടന്നിട്ട് 2 സെൽ ഉണ്ടാവും. അണീക്വലായിട്ടുള്ള, അസമമായിട്ടുള്ള ഒരു വലുതും ചെറുതുമായിട്ടുള്ള 2 കോശങ്ങൾ ഉണ്ടാവും. ചിത്രം നോക്കാം. ഒരു വലിയ സെൽ ഉണ്ടാവും, പിന്നെ ഒരു ചെറിയ സെൽ ഉണ്ടാവും. ഈ വലിയ സെല്ലാണ് മൈക്രോപൈലർ ചേമ്പറും, ചെറിയ സെല്ല് ചലാസർ ചേമ്പറായിട്ട് മാറും. വലിയ സെല്ലാണ് മൈക്രോപൈലർ അറയായിട്ട് മാറുന്നത്,
ചെറിയ സെല്ലാണ് ചലാസൽ ചേംബർ അറയായിട്ട് മാറുന്നത്. ഈ മൈക്രോപൈലർ ചേംബർ വലിയ അറയുടെ പ്രത്യേകത പിന്നീട് അവിടെയുള്ള ന്യൂക്ലിയസ്, അപ്പൊ അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടല്ലോ, രണ്ട് സെല്ലുണ്ടെങ്കിൽ രണ്ട് സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ട്. ആ വലിയ സെല്ലിന്റെ, അതായത് മൈക്രോപൈലർ ചേംബർ എന്നറിയപ്പെടുന്ന സെല്ലിന്റെ ന്യൂക്ലിയസ് റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ് ഡിവിഷൻ ആയിരുന്നു. ആദ്യം സെല്ലുലാർ ടൈപ്പിൽ രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും, ഇനി അങ്ങോട്ട് ന്യൂക്ലിയർ ടൈപ്പ് ആയിരിക്കും, ഫ്രീ ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ സ്വതന്ത്രമായിട്ട് നിരവധി ന്യൂക്ലിയസുകൾ ഉണ്ടാവുകയും പിന്നീട് ന്യൂക്ലിയസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പിന്നീട് സെല്ലുലാർ എൻഡോസ്പോമായിട്ട് മാറും. സൈറ്റോകൈനസ് നടന്നിട്ട് സെല്ല് ഫോം ചെയ്യും. അപ്പൊ ആദ്യം ഇവിടെ സെല്ലുലാർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായി, പിന്നെ ഓരോ സെല്ലും ഫ്രീ ന്യൂക്ലിയർ ടൈപ്പിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതില് വലിയ സെല്ലായ മൈക്രോപൈലർ ചേമ്പറിൽ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവുകയും പിന്നീട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് സെല്ലുലാർ എൻഡോസ്പോം, മൾട്ടി സെല്ലുലാർ എൻഡോസ്പോമായിട്ട് മാറുകയും ചെയ്യും. ചെറിയ സെല്ലായ ചലാസൽ ചേമ്പറിനകത്ത് വളരെ കുറച്ച് ന്യൂക്ലിയസ് മാത്രം ഫ്രീ ന്യൂക്ലിയർ ടൈപ്പിൽ ഡിവൈഡ് ചെയ്യും. ഒരുപാട് ഉണ്ടാവില്ല, വളരെ കുറച്ച് മാത്രം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിരിക്കും, പിന്നീട് അതും സെല്ലുലാർ ടൈപ്പിൽ സെല്ലുലാർ ആയിട്ട് മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഹീലിയോബിൾ ടൈപ്പ് എൻഡോസ്പോം ഫോർമേഷൻ കാണപ്പെടുന്നത് മോണോകോട്ട് പ്ലാന്റ്സിലാണ്, ഏകബീജ പത്രങ്ങളാണ് കൂടുതലും കാണപ്പെടുന്നത്. എൻഡോസ്പോം ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ, ചോദിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് നോട്ടിൽ കിട്ടിയത് കൊണ്ട് അതുകൂടെ ഉൾപ്പെടുത്തിയതാണ്. സംയുക്ത ബീജാണു ഒരു കമ്പോസിറ്റ് എൻഡോസ്പോം, അതായത് എൻഡോസ്പോം ഫോം ചെയ്യുമ്പോൾ അതിന്റെ കണ്ടന്റുകളെല്ലാം കൂടിച്ചേർന്നുണ്ടാകുന്ന ഒറ്റ ടൈപ്പ്, ഒരു കോശങ്ങളെല്ലാം കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു മാസ് ആയിട്ടുള്ള ഒരു എൻഡോസ്പോമിനെയാണ് സംയുക്ത ബീജാണു എന്നറിയുന്നത്. ലൊറാന്തേസി, നമ്മുടെ ഈ ഇത്തിള് കുടുംബത്തിൽപ്പെട്ട ചെടികൾ എല്ലാത്തിലും അങ്ങനെ ഒരു ബീജാനമാണ് ഉണ്ടാകുന്നത്. റുമിനേറ്റ് എൻഡോസ്പോം വളരെ ഹാർഡായിരിക്കും, അതുപോലെ അവ്യക്തമായ ഇറഗുലർ ഷേപ്പിൽ കാണപ്പെടുന്ന റുമിനേറ്റ് എൻഡോസ്പോം കാണപ്പെടുന്നുണ്ട്. സീതപ്പഴത്തിലും പാഷൻ ഫ്രൂട്ടിലും കാണാൻ കഴിയും. മൊസൈക് ബീജാനം, അതായത് ഡിഫറെന്റ് കളറിൽ, പല പല കളറിൽ എൻഡോസ്പോം സെല്ലുകൾ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആണ് ചോളത്തിലെ റെഡും വൈറ്റും കളറിങ്ങിന് മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ പെറ്റൂണിയ ചെടിയിലും ഡിഫറെന്റ് കളറിലായിരിക്കും എൻഡോസ്പോം ഫോം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യം ഫെർട്ടിലൈസേഷൻ ആയിരുന്നു, ബീജസങ്കലനം, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻഡോസ്പോം ഫോർമേഷൻ ആണ്. ആ എൻഡോസ്പോം ഫോർമേഷന്റെ ഡിഫറെന്റ് ടൈപ്പ്, സെല്ലുലാർ ടൈപ്പ്, ഫ്രീ ന്യൂക്ലിയർ ടൈപ്പ്, ഹീലിയോബിൾ ടൈപ്പ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് മനസ്സിലായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.